സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോയെന്ന് നോക്കാം. അപ്പം ഇനിയിപ്പം നമ്മുടെ യാത്ര ഈ ഫുട്ബോൾ 26ലേക്കാണ്, 25 എന്ന്. സത്യം പറഞ്ഞ അപ്ഡേറ്റ് എനിക്ക് പലർക്കും പല അഭിപ്രായമാണ്. എനിക്ക് പൂർണ്ണമായിട്ടും 100% ഹാപ്പി അല്ല. കാരണം ഇവർ വലിയ സാധനങ്ങൾ ഇനി കൊണ്ടുവരാനുണ്ട്. മാസ്റ്റർ ലീഗൊക്കെ നമുക്കിപ്പോൾ കൺട്രി ഞാൻ സെലക്ട് ചെയ്യുന്ന ഇന്ത്യ തന്നെയാണ്. ജപ്പാനൊക്കെ സെലക്ട് ചെയ്യുന്നവരുണ്ട്, വേറൊന്നുമല്ല. പിന്നെ അടുത്ത 27 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആവശ്യമില്ലാണ്ട് റിസ്ക് എടുത്തിട്ട് അവസാനം നമുക്ക് ഇന്ത്യയിൽ വല്ല ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുമെങ്കിൽ അത് പോയി കിട്ടും. വെറുതെ റീജിയൻ മാറ്റിയിട്ട് എന്തിനാണ്? സോ ഐ ചൂസ് ഇന്ത്യ. ലെറ്റ്സ് ഗോ. കൺഫേം. യെസ്, കൺഫേം. പിച്ച് ഈസ് അവേഴ്സ്. ഇത് അന്ന് ഓട്ടമുള്ള അല്ലേ? ഇതിലും എന്തെങ്കിലും ഇതിലും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുമെങ്കിൽ കുഴപ്പമില്ല. ഇൻ്റർഫേസ് ഇഷ്ടപ്പെട്ടു. മുന്നത്തെ ഞാൻ മെസ്സി ഫാൻ അന്നെല്ലാം പറയുകയാണ്, ഒരു കുണ്ടൻ ഫോട്ടോ ആയിരുന്നു മുന്നേ മെസ്സിയുടെ. അതിൽ നിന്ന് വ്യത്യാസമായി. ഇവൻ്റെ 30th ആനിവേഴ്സറി പിക്ക് അടിപൊളി അറിയാമാലും മെസ്സിയുടെ. നമുക്ക് എന്തായാലും കയറാം. ഐ എഗ്രി ടു എബോ. ഇഫ് യു യൂസ് ദിസ് ഗെയിം പ്ലീസ് എഗ്രി ടു ടൈംസ് ഓഫ് യൂസ്. ഐ ആക്സെപ്റ്റ്. കൂലിയുടെ ഗൈസ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കൂലിയുണ്ട്. കൂലി സിനിമയ്ക്ക് പോകണം. അവർ പ്രൈവറ്റ് പോളിസി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എഗ്രി അക്സെപ്റ്റ്. ഗൈസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഹിയർ വി ഗോ. ഹിയർ വി ഗോ. 21 MB ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സൗണ്ടൊക്കെ ഇല്ലേ? കമൻട്രിയോ ഇപ്പം ഡൗൺലോഡ് ചെയ്യണോ? പിന്നെ ഡൗൺലോഡ് ചെയ്യാം അല്ലേ? പിന്നെ ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് സ്റ്റേഡിയം ഡാറ്റ അത് വേണം. സ്റ്റേഡിയത്തിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ട്. സ്റ്റേഡിയം ഡാറ്റ ഡൗൺലോഡ് ചെയ്തേക്കാം. അത് 1.5 MB ഗൈസ് നിങ്ങൾ കൂലി കണ്ടായിരുന്നു? കൂലിക്ക് ഞാൻ രാവിലെ കേട്ട റിവ്യൂ മിക്സഡ് റിവ്യൂ ആണ്. ബട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കാണും. അവന്മാരുടെ റിവ്യൂ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാണുക, നമ്മുടെ അഭിപ്രായം പറയാം. മറ്റൊരാൾ കണ്ടിട്ടാണ് ഞാൻ കേട്ടു അത് കൊള്ളില്ല എന്ന് പറയുന്നതിൽ അത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മുടെ അഭിപ്രായം കണ്ടിട്ട് പറയാം, അതാണ് മെയിൻ. അപ്പം ഞാൻ കണ്ടിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. യെസ്, അപ്പോൾ സ്റ്റേഡിയം ഡാറ്റ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കയറി ഇത് പഴയ പോലെയൊക്കെ തന്നെ അല്ലേ? എന്തൊക്കെയോ മേളിൽ ചാലഞ്ച് കംപ്ലീറ്റഡ്, ഫിനിഷ് ട്യൂട്ടോറിയൽ, കംപ്ലീറ്റ് സ്കിൽ അപ് ടു 3, സ്കിൽ അപ് ടു 4, എന്തൊക്കെയത്, സ്കിൽ അപ് ടു 6. ഇതെന്താണ് സ്കിൽ അപ് ടു 8? ഇതിന് അതില്ലേ സ്കിൽ അപ് ടു 7, ലിങ്ക് യുവർ കൊണാമി ID. ഇത് പുതിയ യൂസേഴ്സിനുള്ള സാധനം എല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ മതിയടാ. ഇത് എന്ത് തേങ്ങ ഇത്? അപ്പോൾ ഗൈസ് 150. നിർത്തണം. ലെറ്റ്സ് ഒപ്റ്റൈൻ. ഇതെന്ത് ഇത്? കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഷൻ 1. അതിന് വല്ലതും കിട്ടുമോ? അതുമില്ല. ഡിവിഷൻ 3 ബാഡ്ജ്. അപ്പോൾ 150 കോയിൻ ഗൈസ് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്യാമ്പയിനായിട്ട് കിട്ടും. എത്ര? 21 ദിവസം ലോഗിൻ. ഈ മാസം മൊത്തം ലോഗിൻ ചെയ്യണം. കൊളാബ് സിറ്റ് സന്ത, ഇതൊക്കെ എന്നാ സാധനം? ചാൻസ് ഡീൽ ഇന്ത്യ. ഇന്ത്യയുടെ സാധനം ഉണ്ടല്ലേ. സന്യൂപനല്ലേ അത്? ഇൻട്രൊഡ്യൂസിങ് മോറിനോ ടെൻസിൻ 356. പതിയെ എടുക്കാന്നുള്ളല്ലോ മാനേജറിനെ. മെസ്സിയുടെ പാക്ക് കുറേ ഉണ്ടല്ലോ എക്സ്പ്ലോർ ചെയ്യാൻ. ചാകര കടപ്പുറത്ത് 20 ദിവസം. ഇതാണ് കിട്ടിയ ജേഴ്സി. അവിടെ ഇന്ത്യയുടെ കൊടി പൊളി. ഇത് കിട്ടുവാണെങ്കിൽ സെറ്റ്. ഈ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ കൊടിയൊക്കെ വരുവാണെങ്കിൽ പൊളിയായിരുന്നു. ഇത് ഈ ഫുട്ബോൾ കോയിന് ഇതൊക്കെ തന്നെ അല്ലേ? നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ലൈൻ ഒബ്ജക്റ്റീവ്സ് ചെക്ക്. സ്റ്റാർട്ടപ്പ് എന്തൊക്കെ കളക്ട് ചെയ്യണ്ടോ നോക്കട്ടെ. കൊള്ളാമല്ലേ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു. എന്നാലും 10,000 GB ഒരു കുറവുമില്ല. കള്ളപ്പന്നിയത്. ഇതിനകത്ത് എന്താ ഉള്ളത്? കോയിൻ വല്ലതും ഉണ്ടോ ഇവരുടെ? ഇത് ഇന്ത്യയുടെ ചാൻസ് ഡീൽ അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഇത് വേണം. ഇന്ത്യയുടെ കൈറ്റും കൂടിയൊക്കെ വേണം സ്റ്റേഡിയത്തിനകത്ത്. അത് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹാരി കെയ്ന്, കമവിംഗ. ഈ ഗവാർഡിയോളൊക്കെ കിട്ടിയതാണല്ലോ കഴിഞ്ഞ അപ്ഡേറ്റിൽ. 100. ഇതെന്താ ബൂസ്റ്ററാണ് ഇത്? നിങ്ങൾ കണ്ടോ ഇത്?
ഇതെന്താ ഐറ്റം? ബൂസ്റ്റർ ടോക്കൺ മാറിയോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങ്. നമുക്ക് എന്തായാലും റിസീവ് ബോൾ കൊടുത്തു നോക്കാം, ഇതിലേതാ കിട്ടുന്നതെന്ന്. ഓ, അടിയിൽ ഇങ്ങനെയായി ഒപ്റ്റൈൻ എ സ്ക്വയർ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ്. ഇത് നമ്മൾ കളിച്ച് സെറ്റ് ആവില്ല. ലൈൻ റിവാർഡ്സ് ഇപ്പുറത്തുണ്ടല്ലോ, ഞാൻ കണ്ടില്ല. ലൈൻ റിവാർഡ്സ് ഇതായിരുന്നു ലൈൻ റിവാർഡ്സ് ഗൈസ്. എല്ലാം നമുക്ക് റിസീവ് ബോൾ നിൽക്കുക വിടാം. 1,40,000 GB, അതൊക്കെ പിന്നെയുണ്ട്. 10,000 തരുന്നതിലും പേര് 50 കോയിൻ ഉണ്ട് കേട്ടോ അതിനകത്ത്. അതെങ്ങനെയാണ് സെറ്റാക്കണം? ടൈം എടുക്കും. ഇനി പഴയ പോലെ ഒറ്റ കളി കളിച്ച് കോയിൻ എടുക്കാവുന്ന പരിപാടി ഉണ്ടാവില്ല. ജോസ് ഗവാർഡിയോളും നല്ല കാർഡായ മതിയായിരുന്നു. ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്, ഉപകാരമാണ്. ഞാൻ അതിൻ്റെ ഒരാളാണ്. ഹാരി കെയ്ൻ കമോവിംഗ എൻ്റെ നല്ല കാർഡുണ്ട്. സോ ഇത് ഫ്രീ ടു പ്ലേ യൂസേഴ്സിന് ഭയങ്കര ഉപകാരപ്പെടും. എന്നാ അതൊക്കെ കിട്ടിയല്ലേ എനിക്ക്. ബിങ്കോ കണ്ടോ ഇങ്ങനെ വരഞ്ഞിരിക്കുന്നത്. കൊള്ളാം. ഇനി കിട്ടാനുണ്ട് സ്റ്റെപ്പ് അപ്പ്. എടാ ഇത് കണ്ടോടാ, ഇതിനകത്ത് ബൂട്ട് കിസിങ്ങിൻ്റെ ഫോട്ടോ, കോപ്പ അമേരിക്കയുടെ ഫോട്ടോ, പഴയ മെസ്സിയുടെ എല്ലാം ഫോട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തിരിച്ചു വരുമെന്ന് നല്ല സാധ്യത കാണുന്നുണ്ട്. ഞാൻ മെസ്സിയുടെ ഒരു പുതിയൊരു പാക്ക്, അംബാസിഡർ പാക്ക് നോക്കണം പോയി. അക്കാഡമി, സ്കില്ലപ്പ്, ട്രെയിനിങ്. സ്കില്ലപ്പ് ഓൾറെഡി ഫുള്ളാണ്. ഞാൻ അത് ഒന്നുകൂടെ കൊണ്ടുവരാൻ 50 കിട്ടിയേനെ. ട്രെയിനിങ്, കമാൻഡ് ലിസ്റ്റോ, ഓ എങ്ങനെ കളിക്കണമെന്നുള്ളതാണ്. എക്സ്ട്രാസ്, ഫേവറേറ്റ് പ്ലെയറിനെ സെലക്ട് ചെയ്യാം. മാൻ മാസ്, ഓവറോൾ റേറ്റിംഗ്. ഇതിൽ ആരെയും സെലക്ട് ചെയ്യും? ഫേവറേറ്റ് പ്ലെയർ എനിക്ക് ഇതാ ഇഷ്ടം. ഇതിരിക്കട്ടെ, ഞാൻ മെസ്സി ഫാനാണ്. കൊള്ളാല്ലേ, കളറായിട്ടുണ്ട്. ഇത് ബ്ലാക്കും റെഡും കൊടുക്കാം. മോനെ ഏതാ ലുക്ക്, കൊള്ളാം കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യാം. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ജേഴ്സി ഒന്നും വേണ്ട മച്ചാനെ. എടാ പാക്സ് ഒക്കെ എവിടെയാ? പാക്സ് കാണുന്നില്ല, അതാണ് ഞാൻ നിൽക്കിയത്. കോൺട്രാക്ട്സിനകത്തോട്ടാക്കിയോ ഇനി പാക്സ് എല്ലാം? കോൺട്രാക്ട്സിനകത്തെ പാക്സ് അതിനകത്തുണ്ട്. കസ്റ്റമൈസബിള് മെസ്സി, എമാൽ. ഓ അത് കൊള്ളാം. ഞാൻ ഇങ്ങനെ അതെടുത്താൽ കൊള്ളാം. 30th ആനിവേഴ്സറി 100 കോയിനാണ്. ഇതെന്തൊക്കെ കളിച്ചു. ഓ ഞാൻ പെട്ടെന്ന് ബാർബിക്യൂ ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ തോന്നി കേട്ടോ. 30th ആനിവേഴ്സറി. ഇതെന്താ സംഭവം? പ്രൊഫൈൽ ബാനർ. ഓ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് ഞാൻ എന്തോ കണ്ടു. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം. ഇങ്ങോട്ടെന്താ? സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ്സോ? ഓ ഞാൻ മറ്റേതാന്ന് വിചാരിച്ചു. പ്ലെയർ ട്രാൻസ്ഫർ, സ്റ്റാൻഡേർഡ് മാനേജർ. ഒരു മാറ്റവും ഇല്ല, അത് തന്നെ, പേര് വ്യത്യാസം എന്നുള്ളൂ. 87, 85 ബഡി 90 ലെവലൊക്കെ എത്തി ഇപ്പോൾ. ഇതെടുക്കാം. വെൽക്കം ടു ഫുട്ബോൾ. ഫ്രീ ആണിത്. ഇതേ കാർഡ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. ഞാൻ പിന്നെ ഇരിക്കട്ടെ. ഇതെന്താ ഇത് എല്ലാവർക്കും ഫ്രീയാ? ഈ ഫുട്ബോൾ ലീഗ്. എനിക്ക് തോന്നുന്നു ഇത് എന്തുകൊണ്ടാണ് കിട്ടിയത്? ഈ ഫുട്ബോൾ ലീഗ് നമ്മൾ ഡിവിഷൻ 1 അടിച്ചുകൊണ്ടാണ് കിട്ടുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ? വാവ്, റോഡ്രി നല്ല പവർ. റോഡ്രി ദൈവം സ്പീഡ് ഉണ്ടാവണേ. ഡിഫൻസ് എൻഗേജ്മെൻ്റ് ഉണ്ട്, നല്ലതാ. 70 സ്പീഡ്. നോക്കാം. നമ്മളതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റോഡ്രി തന്നെ തൂക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിലിപ്പോൾ ആരെ തൂക്കാൻ? ഇതിലിപ്പോൾ ആര് കിട്ടിയാലും കണക്കാം. ബരയിലൊക്കെ കയ്യിൽ. ഇത് നല്ല കാർഡുകളുണ്ട്, സെയിം കാർഡുകൾ തന്നെ പിന്നെയും വരണേ. ഓ ഇത് ലിങ്ക് അപ്ലൈ അല്ലേ? ഇതിന് വല്ല കാർഡിനകത്ത് വല്ലതും പ്രത്യേകത ഉണ്ടോ? നോക്കട്ടെ. ഡിഫെൻസീവ് അവയർനെസ്, കിക്കിംഗ് പവർ, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇപ്പം സാധാ കാർഡ് ഉപയോഗിച്ചാൽ ലിങ്ക് അപ്ലൈ വർക്കാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇന്ത്യയുടെ പാക്ക് നോക്കുകയും ചെയ്യാം. ഇതിലാരാ നല്ലതുള്ളത്?
രാഹുൽ ബെക്കെ, മെഹതാബ് സിംഗ്, സുനിൽ ഛത്രി ഒന്നുമില്ല. എന്തായാലും ഇരിക്കട്ടെ. ഓ ഇതെന്തോടെ ഇത് 70? ഓ എന്നെ മോനെ, അവിടെ എന്നെ ആനിമേഷനോടെ ഇത് സെറ്റ് പിടിക്കണേ. ഇത് ആനിമേഷൻസ് അവർ ഡിഫറെൻ്റ് ആക്കി കേട്ടോ. ആനിമേഷൻസ് അവർ ഡിഫറെൻ്റ് ആക്കി. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്നാ ഒരു CF കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്കാരൻ. ഇവനെ ട്രാബ്ജെറ്റ് മാനാണെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ ഇവൻ്റ് ഒരുപാട് കളിപ്പിക്കാം. ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല പ്ലേയേഴ്സിനെ ഒന്നും, കാരണം മിക്കവാറും ആവശ്യം വരും ഈ പ്ലേയേഴ്സൊക്കെ. ഓ ഇത് ഒരു ട്രെയിൻ കൂടെ ഉണ്ട്. ഇല്ല, റിമൈനിങ് 0 അല്ല. ഇത് റിമൈനിങ് 0 ആണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഫുട്ബോൾ ലീഗ് ഇത് റിമൈനിങ് 0 ആണല്ലോ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് പോവാം ഗൈസ്. ഇതിനകത്ത് മെസ്സി ഏതാ? ക്രിയേറ്റീവ് പ്ലേ മേക്കർ AMF ആക്കാം. പാസിങ് കുറവാ. ബോൾ പ്രൊട്ടക്ഷൻ. മെസ്സി ഇല്ലാത്തവർക്ക് ഉപകാരം. കുറേ പേര് പറയും ഇഷ്ടംപോലെ മെസ്സിയെ കൊടുക്കുന്നുണ്ടെന്ന്. ഗൈസ് നിങ്ങൾക്ക് അറിയില്ലാണ്ട് കുറേ പേര് പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. ഒന്നും ഒരു 5 രൂപ പോലും മുടക്കാത്തവരുണ്ട്. ഓ ഓ ഷോർട്ട് ടൈം. അവിടെ ഇത് കൊള്ളാലോടാ. ഓ എടാ എന്നൊരു സീന് പിന്നെ ലുക്ക് കാണാണ്ട് പുളി 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 പുളി. ഇത് അപ്ഡേറ്റ് എന്തായാലും നമുക്ക് അറിയാം. ഷോർട്ട് ടൈമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് മിന്നലടിക്കുക നോക്ക്. എൻ്റെ മോനെ എന്തായാലും ഇരിക്കട്ടെ. എനിക്ക് ബൈ പ്ലേയേഴ്സിനെ കളയാം. സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് വലിയ നീനൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സമ്മർ ട്രാൻസ്ഫർ സിറ്റിയുടെ ആൾ തന്നെയാണ് നല്ലത്. ഇനി സ്പെഷ്യൽ പ്ലേയേഴ്സ് ലിസ്റ്റ് അത് തന്നെയാണ് നമ്മളെടുത്ത്. അതിന് നമുക്ക് പാക്സിലോട്ടും കൂടെ പോവാം. പാക്സിലോട്ട് പോയി കഴിഞ്ഞാൽ മാനേജറിനോട് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇയാളൊക്കെ തന്നെയല്ലേ. അപ്പോൾ 89 വരെ ഉള്ളെങ്കിൽ ഏതൊരു നല്ല മാനേജർ എടുക്കാമെന്ന് വെച്ചായിരുന്നു. മെസ്സി ഞാൻ മിക്കവാറും എടുക്കാനുള്ള സാധ്യത ഈ മെസ്സി എടുക്കുക. എൻ്റെ ഇഷ്ടംപോലെ മെസ്സി ഉണ്ട്. ക്ലാസിക് നമ്പർ 10 വാവ്. അവിടെ വിഷനറി പാസ്, അവിടെ സ്പെഷ്യൽ സ്കില്ല്. അപ്പോൾ എമ്മാലിൽ പോയി നോക്കട്ടെ. മൊമെന്റം ഡ്രിബിൾ, എഡ്ജ്ഡ് ക്രോസിങ്ങോ? കുഴപ്പമില്ല. ഫിനോമൽ ഫിനിഷിംഗ് ഒന്നും കൊടുക്കാൻ ഞാൻ ആകെ സൈഡിൽ നിന്നിട്ട്. എടാ ഈ എമ്മാരെ ക്രിയേറ്റീവ് പ്ലേ ഉണ്ടായിക്കോ. പാസിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എമ്മാര് നല്ല കാർഡാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരുപാട് മെസ്സി കാർഡുണ്ട്, പക്ഷെ പാസ്സുള്ള മെസ്സി കാർഡില്ല. കോപ്പ് കൺഫ്യൂഷൻ ആയാലും. പക്ഷേ മെസ്സി ഇല്ലാത്തവർക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റിയ മെസ്സി കാർഡാണ്. സ്റ്റാറ്റ്സ് നോക്കണ്ട, വിഷണറി പാസ് സ്കില്ലൊക്കെ ഉണ്ട്. മെസ്സിയുടെ പാസിൽ അടിക്കുന്നവൻ്റെ ഗോളായിരിക്കും. ഇത്രയുള്ള നിലവിൽ അപ്ഡേറ്റ്സ് ഒക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറേ കളികൾ കളിക്കണം. ഈ അപ്ഡേറ്റ് W ആണ് ഈ W എന്ന് പറയുക. പിന്നെ മൊറീനോ ഷോപ്പിലോട്ട് പോകണമല്ലേ? മൗറീന് 250 രൂപ കൊടുക്കണമല്ലേ? 50 രൂപയുടെ യുണൈറ്റഡിൻ്റെ 2 പ്ലെയേഴ്സ്. എപ്പിക്കിൽ അല്ലല്ല, ഇതിനകത്ത് ആൾക്കാരുണ്ടല്ലേ. ഡെൻസിൽ ഡംഫ്രൈസ്, റൂഡ് വാൻഡസ്റ്ററോയ്, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമ്പരാന്നറിയാം. അത് എടുത്തു നോക്കാൻ പറ്റുന്ന ഫോക്സ് ഇൻ ദ ബോക്സ്. ഓ 2 കാലിനടിക്കുമല്ലേ? എടാ ഫിനോമിനൽ ഫിനിഷിങ് ഈ കാർഡിനൊക്കെ. ഇതിന് ഇപ്പം എല്ലാവർക്കും ചുമ്മാ കൊടുക്കുവാണോ? സ്കില്ല് നമ്പണ്ടെന്നാണ് ഈ ഗൈസ് ഞാൻ പറയുന്നത്. ഇതിലൊറ്റ കാർഡേ ഉള്ളൂ LB. ഇപ്പം മിക്കവാറും വല്ല ഫോർട്രസ്സും ആണോ? എഡ്ജ്ഡ് ക്രോസിങ് ഇതൊക്കെ കൊള്ളാം. ഈ കാർഡൊക്കെ ഡീസൻറ്റ് ഡിഫൻസ്. സ്പീഡൊക്കെ കമ്പാരിറ്റീവ് കുറച്ച് കുറവാണ്. ഇവൻ ഫ്രാൻസ് കളിക്കാരനല്ലേ. പുറയിൽ എപ്പിക്കിടന്ന് കിടക്കുന്ന നോക്ക്. വാവ്, ആനിമേഷൻ കൊള്ളാം. ഗൈസ് 150, 250 മൗറീനോടെ അണ്ടറിൽ സൺഹ്യൂമനും മെമ്പസിസ് ഡീപ്പയും. നമുക്ക് അയാളുടെ ഇത് നോക്കാം. ജോസ് മൊറീനോ 89. അപ്പോൾ മാനേജേഴ്സ് 90 എന്നുള്ളത് കേട്ടത് വെറുതെ അല്ലേ?
ഇന്റർ മിലാൻ ഡിഫൻസീവ് പ്ലേ എന്തുണ്ട് ഇൻക്രീസസ് എക്സ്പീരിയൻസ് പോയിന്റ്സ് DF ആൻഡ് GK. ഇത് പുതിയതാ. ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റാമിന. നോക്ക് ആനിമേഷൻ ഒക്കെ ഇതിനകത്ത് എങ്ങനെയാണ് കളിക്കുന്നത്. പ്ലേയിങ് സ്റ്റൈൽ ഓൾ പ്ലെയർ ആയിരിക്കണം, LMF RMFും ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിരിക്കണം, ബെറ്റർ ആക്യുറസി. ഇവർ പറയും കേട്ടോ ഓരോന്ന്. എന്തായാലും ഞാൻ ഈ ജോസ് മൊറീനോ എടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് അപ്ഡേറ്റ് ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി കളിച്ച് നോക്കണം. നമുക്ക് ഈ ഫുട്ബോൾ ലീഗും കൂടെ തുറന്ന് നോക്കാം. ഇതൊക്കെ എന്തോടാ, എന്തൊക്കെ പുതിയത് വന്നോ അല്ലേ. മൈ ലീഗ് ഒന്ന് എടുത്ത് നോക്കാം. പുതിയതായിട്ട് നമ്മൾ എടുക്കണല്ലേ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ബാർസലോണയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ബാർസ ഫാനാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 15,000 തുടങ്ങുന്നതല്ലേ. നമ്മുടെ ടീം വെച്ച് തന്നെയാണ് കളിക്കുന്നത്. അല്ല, ഇവിടെ മാനേജറിനെ മാറ്റാമല്ലോ. ഓക്കെ ഇവിടെ എന്തൊക്കെയാ? മൈ ലീഗ് കളിച്ച് ഇങ്ങനെ കിട്ടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്താ സ്റ്റേഡിയത്തിൽ തീപ്പൊരി പൂത്തിരി, ഇതെന്താ സ്റ്റേഡിയം കൊറിയോ ആനിവേഴ്സറി? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയോ കിട്ടും ഗൈസ്. ഇതിപ്പോൾ എല്ലാ ഒബ്ജക്റ്റീവും കൂടെ ഒരുമിച്ചാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ഇവിടെ നിൽക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ഒരു മിനിറ്റ്, നമുക്ക് ഈ ഫുട്ബോൾ ലീഗ് കൂടെ നോക്കി നോക്കാം. പ്ലെയർ ഓഫ് ദ വീക്ക് TV. അത് ഇത് തന്നെയല്ലേ, സെയിം ബൂസ്റ്റർ തന്നെയാണ്. ഓരോ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ ഞാൻ മിഷൻസ് ഒന്നാക്കട്ടെ. ഡിവിഷൻ 1. ഇതെന്താ സാധനം? ഇത് നമ്മുടെ പഴയ ബൂസ്റ്റർ തന്നെയല്ലേ. അഡ്വാൻസ് സ്കിൽ ടോക്കൺ ഒന്നും ഞാൻ വലിയ ഫാനല്ല. നമുക്ക് കറക്റ്റ് സ്കിൽ എടുക്കാൻ പോലും കഴിയുന്നില്ല. എന്തിനാ പിന്നെ അഡ്വാൻസ് സ്കിൽ ടോക്കൺ ഒക്കെ? ഇവൻസ് അത് ഇങ്ങനെയായിട്ട് കാറ്റഗറൈസ് ചെയ്തല്ലേ. ഓക്കെ ഇതിങ്ങനെ 50 പോയിന്റ് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് എടുത്തു നോക്കിയാലേ ഇപ്പോൾ അറിയത്തുള്ളൂ. തന്നെ. ഇത് വ്യത്യാസമൊന്നുമില്ല. ഇവൻസ് AI എന്തൊക്കെയുണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോന്ന് എങ്ങനെ എടുത്തു നോക്കേണ്ടി വരും മിക്കവാറും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ടത്തെ ഒരുമാർ പറയത്തില്ല കേട്ടന്മാർ. റിവാർഡ്സ് ഡീറ്റെയിൽസ് റിവാർഡ്സ് ഒന്ന് പറയടാ. ഈ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയാണോ സ്റ്റാർട്ടർ? അത് ഇതിനകത്ത് ഇല്ല. കോപ്പ് ഗൈസ്. അപ്പോൾ നമുക്ക് കളിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. നിങ്ങൾ എന്തായാലും കളിച്ചു നോക്കുക എങ്ങനെ ഉണ്ടെന്ന പരിപാടി. സമ്മർ ട്രാൻസ്ഫർ ഒരു ഇത് കിട്ടും. അപ്പോൾ ഗൈസ് നിങ്ങൾ കളിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ ഐ എം എൻഡിങ് ദ വീഡിയോ. അപ്പോൾ സീ യു സൂൺ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ഞാൻ പോയി കൂലി കാണട്ടെ. ബൈ.